സമ്മേളനത്തിൽ എൻ്റെ കൂടിയുള്ളത് പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ ഷൺമുഖൻ, ശ്രീ ഓമനക്കുട്ടൻ, BJP-യുടെ മീഡിയ സെല്ലിൻ്റെ ജില്ലാ കൺവീനർ ശ്രീ ബാബു വണ്ണക്കര, പുതുശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഗിരീഷ്, ഇവരാണ് എൻ്റെ കൂടെ പത്രസമ്മേളനത്തിൽ ഉള്ളത്. ഇക്കഴിഞ്ഞ ദിവസം വാളയാറിൽ വളരെ ദാരുണമായിട്ടുള്ള, മുഴുവൻ കേരളത്തിനും അപമാനകരമായിട്ടുള്ള ഒരു ആൾക്കൂട്ട കൊലപാതകം നടന്നു. ആ കൊലപാതകത്തെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് കൃത്യമായി പറഞ്ഞിരുന്നു. അത് ഏത് ഭാഗത്തു നിന്നുണ്ടായാലും അതിൽ രാഷ്ട്രീയമോ മതമോ ജാതിയോ നോക്കാതെ ഭാരതീയ ജനതാ പാർട്ടി അതിലെ പ്രതികൾക്ക്, അതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്ക് കൃത്യമായിട്ടുള്ള നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്നുള്ള നിലപാടാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ അത് ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാർ സംഘടനകളുടെയും തലയിൽ കെട്ടിവെക്കാനാണ് ഇവിടുത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ ഒരു വിഭാഗം മാധ്യമങ്ങളും ശ്രമിച്ചത്. സംഭവത്തെക്കുറിച്ച് കൃത്യമായിട്ട് അന്വേഷിച്ച് അതിലെ യഥാർത്ഥ പ്രതികൾ ആരൊക്കെയാണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ അത് ഉത്തരേന്ത്യയിൽ നടക്കുന്ന തരത്തിലുള്ള ആൾക്കൂട്ട കൊലപാതകമാണ്, മതം ചോദിച്ചു അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ പേര് പറഞ്ഞ്, ഒരു രാജ്യത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ് ആൾക്കൂട്ട കൊലപാതകം നടത്തിയത് എന്നുള്ള വലിയൊരു പ്രചരണം അഴിച്ചുവിട്ടിരുന്നു. പക്ഷേ ഓരോ മണിക്കൂർ കഴിയുന്ന സമയത്തും സത്യം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ സത്യമേവ ജയതേ എന്നുള്ളതിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഇന്നത്തോടു കൂടിയിട്ട് യഥാർത്ഥ ചിത്രം ഞങ്ങൾ എന്താണോ തുടക്കത്തിൽ പറഞ്ഞത് അത് ഇന്ന് പുറത്തു വന്നിരിക്കുക. അത് കേവലം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയോ നടത്തിയ പേരിൽ നടന്ന ഒരു ആക്രമണമല്ല എന്നുള്ളത് ഞങ്ങൾ തുടക്കത്തിൽ വളരെ ശക്തമായി പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് ശരിയാണെന്ന് തെളിയുന്ന രീതിയിലുള്ള തെളിവുകളും അതുപോലെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന പ്രതികളുടെയും രാഷ്ട്രീയ പശ്ചാത്തലമെല്ലാം പരിശോധിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു വരികയാണ്. വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം, കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ശ്രീ MP രാജേഷ്, അദ്ദേഹം കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാതെ, സംഭവത്തെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാതെ, അത് RSSൻ്റെ നേതാക്കളാണ് ഈ കൊലപാതകത്തിന് ഉത്തരവാദി എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനയുമായിട്ട് രംഗത്ത് വന്നു. ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു മന്ത്രിക്ക് നിരക്കുന്ന പ്രസ്താവനയായിരുന്നില്ല ശ്രീ MP രാജേഷിൻ്റേത്. അദ്ദേഹത്തിൻ്റെ സർക്കാരാണ് ഭരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ആ ആഭ്യന്തരമന്ത്രിയുടെ കീഴിലുള്ള പോലീസിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് വിവരങ്ങൾ ശേഖരിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാതെ BJPയെ രാഷ്ട്രീയപരമായിട്ട് BJPയും അതുപോലെ തന്നെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയും അവഹേളിക്കുന്ന രീതിയിൽ, അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയുമായിട്ടാണ് അദ്ദേഹം രംഗത്ത് വന്നത്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ മുന്നേറ്റം, ആ മുന്നേറ്റത്തെ മറച്ചു പിടിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം ഇതുവഴി ഉണ്ടാക്കാൻ ശ്രമിച്ചത്. അകത്തേത്തറ പഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഭരണത്തിൽ വന്നു. മലമ്പുഴ പഞ്ചായത്തിൽ പ്രധാന പ്രതിപക്ഷമായിട്ട് CPM-നോടൊപ്പം ഒരു സീറ്റിൻ്റെ വ്യത്യാസത്തിൽ പ്രധാന പ്രതിപക്ഷമായിട്ട് നിലകൊള്ളുന്നു. എന്തിനേറെ പറയുന്നു, ഞങ്ങൾക്ക് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലാതിരുന്ന കൊടുമ്പ് പഞ്ചായത്തിൽ ശ്രീ MP രാജേഷിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരൻ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ നിതിൻ കണിച്ചേരിയുടെയും സ്വന്തം പഞ്ചായത്തുള്ള കൊടുമ്പ് പഞ്ചായത്തിൽ ഞങ്ങൾ ഇത്തവണ 3 സീറ്റിലാണ് വിജയിച്ചിട്ടുള്ളത്. ആ 3 സീറ്റിൽ വിജയിക്കുക മാത്രമല്ല 6 സീറ്റുകളിൽ കൊടുമ്പ് പഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടി 2ാം സ്ഥാനത്ത് വന്നിരിക്കുക. ശ്രീ MP രാജേഷിൻ്റെ വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്തിൽ പോലും ഞങ്ങൾ പരാജയപ്പെട്ടത് കേവലം 6 വോട്ടുകൾക്കാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പരാജയങ്ങൾ മറച്ചു വെക്കാൻ, അതോടൊപ്പം തന്നെ ബ്രീവറി വിഷയത്തിൽ മദ്യ കമ്പനിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ PR വർക്ക് നടത്തിയ അവരുടെ പ്രതിനിധിയായിട്ട് സംസാരിച്ച ശ്രീ MP രാജേഷിന് ഹൈക്കോടതി വിധി ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു. ആ ഹൈക്കോടതി വിധി വന്ന നിമിഷം അദ്ദേഹം ശരിക്കും ധാർമ്മികമായിട്ട് രാജിവെക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം കമ്പനിക്കാരെക്കാളും ആ കമ്പനിക്ക് വേണ്ടി പ്രസ്താവനയുമായിട്ട് ഇറങ്ങിയ മന്ത്രിയാണ്, അദ്ദേഹം രാജിവെക്കുകയായിരുന്നു ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാം, ഈ പരാജയങ്ങളെല്ലാം മറച്ചു പിടിക്കാൻ, അതിനൊരു മറയാക്കാനാണ് അദ്ദേഹം വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയും തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം നടത്തിയത്. അത് ദയനീയമായിട്ട് പരാജയപ്പെട്ടിരിക്കുക. സ്പെഷ്യൽ ബ്രാഞ്ച് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആദ്യത്തെ 5 പ്രതികളെ സംബന്ധിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. 4 പേര്
ഭാരതീയ RSSൻ്റെയോ അല്ലെങ്കിൽ BJPയുടെ അനുഭാവികൾ എന്നുള്ള രീതിയിലാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ 4ാം പ്രതിയായിട്ടുള്ള ആനന്ദനെ സംബന്ധിച്ച് കൃത്യമായിട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തു. സ്പെഷ്യൽ ബ്രാഞ്ച് BJPയുടെ അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ പോഷക സംഘടനയൊന്നും അല്ലല്ലോ. കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ്റെ കീഴിലുള്ള സ്പെഷ്യൽ ബ്രാഞ്ചാണ് റിപ്പോർട്ട് ചെയ്തത്. ശ്രീ ആനന്ദൻ CPMൻ്റെ ഭാരവാഹിയാണ്, മുൻ ബ്രാഞ്ച് സെക്രട്ടറിയാണ്, കിഴക്കേ അട്ടപ്പള്ളം ബ്രാഞ്ചിലെ അംഗമാണ്, ഇപ്പോഴും പാർട്ടിയുടെ മെമ്പർഷിപ്പുള്ള ആളാണ്, CITUവിൻ്റെ ഹെഡ് ലോഡ് വർക്കേഴ്സിൻ്റെ ചുമട്ട് തൊഴിലാളിയാണ്, ഹെഡ് ലോഡ് വർക്കേഴ്സിൻ്റെ കാർഡുള്ള ആളാണ്, ഇന്നും ചുമട് ജോലി CITU പ്രവർത്തകൻ എന്ന നിലയിൽ അവിടെ ചെയ്തു വരുന്ന ആളാണ്. വളരെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടാണ് സ്പെഷ്യൽ ബ്രാഞ്ച് കൊടുത്തത്. എന്നിട്ടും ഇതെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ടും ഭാരതീയ ജനതാ പാർട്ടിക്കെതിരായിട്ടും ദുഷ്പ്രചരണം അഴിച്ചുവിടാനാണ് CPMും കോൺഗ്രസും ശ്രമിച്ചത്. DCC പ്രസിഡൻറ്റും കോൺഗ്രസിൻ്റെ DCC ജനറൽ സെക്രട്ടറിയും എല്ലാം ചേർന്ന് ഒരു പത്രസമ്മേളനം നടത്തി. എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട തങ്കപ്പേട്ട, SK അനന്തകൃഷ്ണൻ നിങ്ങളെ വല്ലാത്ത കുഴിയിലാണ് കൊണ്ട് ചാടിച്ചത്. കാരണം കഴിഞ്ഞ തവണ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിച്ചത് ശ്രീ SK അനന്തകൃഷ്ണനാണ്. ഇതിലെ യഥാർത്ഥ കാരണം, ഇതിന് പ്രധാന ഉത്തരവാദിയായിട്ട് കാണേണ്ടത് ശ്രീ SK അനന്തകൃഷ്ണനെയാണ്. കാരണം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവിടെ വിജയിക്കാനായിട്ട് വ്യാപകമായിട്ടുള്ള തോതിൽ മദ്യം ഇറക്കുമതി ചെയ്ത് അവിടെ മദ്യത്തിൽ കുളിപ്പിക്കുകയായിരുന്നു ആ വാർഡിന്. മദ്യപിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ ഇടയിലേക്കാണ് ഈ കൊല്ലപ്പെട്ട വ്യക്തി എത്തുന്നത്. ആ കൊല്ലപ്പെട്ട വ്യക്തി എത്തിയ ആ മദ്യപിച്ചിരിക്കുന്ന ആളുകളാണ് ഈ കൊല്ലപ്പെട്ട വ്യക്തി ആക്രമിച്ചതിൻ്റെ പേരിൽ ആദ്യം അറസ്റ്റ് ആയ ആളുകൾ. അന്ന് പുറത്തു വന്ന വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് വരുന്നുണ്ട്. കോൺഗ്രസിൻ്റെ മുൻ പഞ്ചായത്ത് അംഗം ഈ കൊല്ലപ്പെട്ട വ്യക്തിയെ മർദ്ദിക്കാനായിട്ട് ആഹ്വാനം ചെയ്യുന്നതിന്, മർദ്ദിക്കാൻ പറയുന്നതിൻ്റെ വോയിസ് ക്ലിപ്പ് ആ വീഡിയോയിലെല്ലാം ഉണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ മുൻ പഞ്ചായത്ത് അംഗത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ആൾക്കൂട്ട കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അന്ന് ആ ആൾക്കൂട്ട മർദ്ദനത്തിൽ നിരവധി കോൺഗ്രസിൻ്റെ പ്രവർത്തകരുണ്ട്. ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത 2 ആളുണ്ടല്ലോ, ഇന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇന്ന് റിമാൻഡിലാവുന്ന 2 ആളുകളുണ്ടല്ലോ, റിമാൻഡ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, വിനോദും അതുപോലെ തന്നെ ജഗദീഷും. അവരുടെ പശ്ചാത്തലം എന്താ? അന്ന് DCC പ്രസിഡൻറ്റും അതുപോലെ തന്നെ KPCC സെക്രട്ടറി ശ്രീ ചന്ദ്രനും പറഞ്ഞത് 15 പ്രതികൾ RSSകാരാണ്, RSS BJP പ്രവർത്തകരാണ്, ഒരാൾ CPM പ്രവർത്തകനാണ്. ഇപ്പോൾ ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ടാളും കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ്. ശ്രീ വിനോദ് കാലാകാലങ്ങളായിട്ട് കോൺഗ്രസിൻ്റെ അവിടുത്തെ സജീവ പ്രവർത്തകൻ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്ത ആൾ. ശ്രീ ജഗദീഷ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരെ CPMൻ്റെ പ്രവർത്തകരും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ SK അനന്തകൃഷ്ണന് വേണ്ടി സജീവമായിട്ട് അവിടെ പ്രവർത്തനത്തിന് ഇറങ്ങിയ ആളുമാണ്. അപ്പോൾ 2 രാഷ്ട്രീയ പാർട്ടികളുടെയും കോൺഗ്രസിൻ്റെയും CPMൻ്റെയും പ്രവർത്തകരെ ഈ ആൾക്കൂട്ട കൊലപാതകത്തിൽ അവർക്ക് പങ്കാളിത്തം ഉണ്ട്. കോൺഗ്രസിൻ്റെ മുൻ പഞ്ചായത്ത് മെമ്പറാണ് പോലീസ് അന്ന് ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയ ആളുകളെ പോലീസ് സ്റ്റേഷനിൽ ഇടപെട്ട് അന്ന് പോലീസ് സ്റ്റേഷനിൽ ഇറക്കി കൊണ്ടുപോയത്. അന്ന് പോലീസ് കൃത്യമായിട്ട് നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ കോൺഗ്രസിൻ്റെ പല ആളുകളും പല പ്രവർത്തകരും ഈ കേസിൽ അകത്താവുമായിരുന്നു. പക്ഷേ വാളയാർ പോലീസിനെ സംബന്ധിച്ച്, വാളയാർ CIയെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഞങ്ങൾക്ക് ധാരണയുണ്ട്. RSSൻ്റെയും BJPയുടെയും പ്രവർത്തകരെ അവസരം കിട്ടുന്ന സമയത്തെല്ലാം ഉപദ്രവിക്കുന്ന ആളാണ്. വാളയാർ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. അട്ടപ്പള്ളവും വാളയാർ പോലീസ് സ്റ്റേഷനും തമ്മിൽ എത്ര ദൂരമുണ്ട്? കേവലം ഒരു 500 മീറ്ററിൻ്റെ ദൂരമുള്ളത്. ഇത്തരത്തിലൊരു സംഭവം നടക്കുന്ന സമയത്ത് വാളയാർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് വിവരമറിഞ്ഞെത്താൻ 1.5 മണിക്കൂർ കഴിഞ്ഞു. 1.5 മണിക്കൂർ കഴിഞ്ഞ് സംഭവ സ്ഥലത്തെത്തിയ പോലീസ് ഈ മർദ്ദനമേറ്റ് കിടക്കുന്ന ആളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സ്വകാര്യ ആംബുലൻസ് വിളിക്കുന്നു. ആ സ്വകാര്യ ആംബുലൻസിൽ ഒരു പോലീസുകാരൻ പോലും കയറുന്നില്ല. മറിച്ച് ആ ആംബുലൻസിൽ കയറിപ്പോയത് മർദ്ദനങ്ങൾക്ക് നേതൃത്വം നൽകിയ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനാണ് കൂടെ കയറിപ്പോയത്. ആംബുലൻസിനകത്ത് വെച്ചിട്ടും ഈ കൊല്ലപ്പെട്ട വ്യക്തിയെ മർദ്ദിച്ചു എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കണം. മുൻവിധിയോട് കൂടിയിട്ട് RSSൻ്റെയും BJPയുടെയും പ്രവർത്തകരെ കള്ളക്കേസിൽ കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി വാളയാർ CI മുന്നോട്ട് പോകരുത്. ഇതിൽ കൃത്യമായിട്ട് അന്വേഷണം നടക്കണം. ആരുടെ ഭാഗത്ത് തെറ്റ് ചെയ്താലും അവരെ സംരക്ഷിക്കാൻ ഒരു കാരണവശാലും ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വരില്ല.
ഞങ്ങളുടെ പ്രവർത്തകരോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ടവരോ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ പോലീസ് തയ്യാറാവട്ടെ. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഞങ്ങൾക്ക് രാഷ്ട്രീയ ഒരു സംഘടന എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രവർത്തകരും ഈ കൃത്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. ഇപ്പോൾ വന്ന പ്രതികളെല്ലാം CPM-ൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് ഈ ഇതിന് നേതൃത്വം കൊടുത്തതെന്നുള്ളതാണ് ഓരോ മണിക്കൂർ കഴിയുന്ന സമയത്തും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന തെളിവുകൾ വ്യക്തമാക്കുന്നത്. BJP പ്രവർത്തകർ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് എന്താ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അന്ന് വലിയ ആവേശത്തിൽ റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ ഞാനിപ്പോൾ ന്യൂസ് ചാനലുകൾ നോക്കുകയായിരുന്നു. ഏതെങ്കിലും ഒരു മാധ്യമം 2 പ്രതികൾ കൂടി അറസ്റ്റിൽ നിന്നല്ലാതെ ഏതെങ്കിലും മാധ്യമങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരാണെന്നോ അല്ലെങ്കിൽ CPM പ്രവർത്തകരാണെന്നോ റിപ്പോർട്ട് ചെയ്തോ? ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ജഗദീഷിൻ്റെയും വിനോദിൻ്റെയും രാഷ്ട്രീയ പശ്ചാത്തലം പറയാൻ എന്തിനാ മാധ്യമങ്ങൾ മടിക്കുന്നത്? നിങ്ങൾ ഈ ചോദിച്ച 4 അറസ്റ്റ് രേഖപ്പെടുത്തി. ഇനി എന്താ അറസ്റ്റ് രേഖപ്പെടുത്താനില്ലല്ലോ. ഇന്നലെ വൈകിട്ട് കസ്റ്റഡിയിലെടുത്ത പ്രതികൾ പോലീസ് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കുന്നു, കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നു. നിങ്ങൾക്കെല്ലാം കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. നിങ്ങൾ റിപ്പോർട്ട് ചെയ്തുവല്ലോ. നിങ്ങൾ 2 പ്രതികൾ കൂടി പിടിയിൽ നിന്ന് എല്ലാ മാധ്യമങ്ങളിലും വരുന്നുണ്ടല്ലോ. എല്ലാ ചാനലുകളിലും 2 പ്രതികൾ കൂടി പിടിയിൽ പറഞ്ഞ് വരുന്നുണ്ട്. അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ തന്നെ പറയുന്നു. നിങ്ങളുടെ ന്യൂസ് ചാനലുകൾ തന്നെ പറയുന്നു 2 പ്രതികൾ കൂടി പിടിയിൽ. 2 പ്രതികൾ കൂടി പിടിയിൽ. ആ പ്രതികളുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്തുകൊണ്ട് പറയുന്നില്ല? ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇത് ഒരു പ്രദേശത്തുണ്ടായിട്ടുള്ള അവിടുത്തെ മുഴുവൻ ആളുകൾ ചേർന്ന് നടത്തിയ ഒരു അവിടുത്തെ ഇത്തരത്തിലുണ്ടായിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് ഇതിൽ രാഷ്ട്രീയം കലർത്തരുത്. കേരളത്തിന് മുഴുവൻ അപമാനകരമായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ട് ഇപ്പോൾ രാഷ്ട്രീയം പറയുന്നില്ല? അന്ന് തുടക്കത്തിൽ രാഷ്ട്രീയം നിങ്ങൾ പറഞ്ഞ ആളുകൾ ഇപ്പോഴും രാഷ്ട്രീയം പറയാൻ തയ്യാറാവണം. പ്രതികളുടെ രാഷ്ട്രീയ പശ്ചാത്തലം പുറത്തു കൊണ്ടുവരാൻ തയ്യാറാവണം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അല്ല ഞാൻ തുടക്കം ഈ വാളയാർ CIയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ പരാതിയുണ്ട്. വാളയാർ CI അനാവശ്യമായിട്ട് നിരപരാധികളായിട്ടുള്ള ആളുകളെ വീടുകളിൽ പോയി ജീപ്പിൽ കയറ്റി കൊണ്ടുവന്ന ആളാണ്. നിരപരാധികളായിട്ടുള്ള വീട്ടിൽ കിടന്നുറങ്ങുന്ന ഒരു കേസിൽ ഉൾപ്പെടാത്ത ഒരു പരാതി പോലും ലഭിക്കാത്ത ആളുകൾക്കെതിരെ പോലും നടപടിയെടുക്കുന്ന ആളാണ്. അവിടെ ഒരു ഹീറോ ചമയാൻ ശ്രമിക്കുന്ന ആളാണ് വാളയാർ CI. ആ വാളയാർ CI ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് നിസ്സംഗത പാലിക്കുക. ഇത്തരത്തിലൊരു പരാതി, ഇവിടെ പറഞ്ഞതുപോലെയുള്ള ഒരു പരാതി അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ പോലീസ് സ്റ്റേഷനിൽ കിട്ടിയാൽ വാളയാർ CI എന്താ ചെയ്യേണ്ടത്? അവർ ഈ ബന്ധപ്പെട്ട ആളെ കസ്റ്റഡിയിലെടുത്ത് അല്ലെങ്കിൽ അയാളെ സംബന്ധിച്ച് അന്വേഷണം നടത്തി അയാൾക്ക് എന്തെങ്കിലും അസുഖങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അതിനുള്ള ചികിത്സയ്ക്കോ അല്ലെങ്കിൽ അയാളെ വീടുകളിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടാവില്ല. ഇത്തരം സംഭവം ഉണ്ടായെന്ന് അറിഞ്ഞിട്ടും 500 മീറ്റർ അപ്പുറത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നും 1.5-2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പോലീസ് വരുന്നത്. ആംബുലൻസ് വരാൻ പിന്നീട് സമയമെടുക്കുന്നു. ആംബുലൻസിൽ കൂടെ ഒരു പോലീസുകാരൻ പോലും അകമ്പടിയായിട്ട് പോകുന്നില്ല. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ട്. പോലീസ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പരിപൂർണ ഉത്തരവാദിത്വം പോലീസിന് തന്നെയാണ്. അല്ലല്ല, ഈ കേസല്ല ഞാൻ പറഞ്ഞത്. ഇത് രണ്ടും കൂടി നിങ്ങൾ ക്ലബ് ചെയ്യണ്ട. ഞാൻ പറഞ്ഞത് ആ വാളയാർ CIയുടെ പശ്ചാത്തലത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഇത്രയും ഒരു പരാതി പോലും ഇല്ലാത്ത ആളുകളെ വീട്ടിൽ കയറി പിടിച്ചു കൊണ്ടുപോകുന്ന CI ഈ കാര്യത്തിൽ കാണിച്ച നിസ്സംഗതയാണ് പറയുന്നത്. ഒരു പരാതി ലഭിച്ചു, ഇൻഫർമേഷൻ ഇതിനെ സംബന്ധിച്ച് വന്നു, പക്ഷേ അത്തരം ഇൻഫർമേഷൻ കിട്ടിയിട്ടും അന്നൊരു നടപടി CI സ്വീകരിച്ചിരുന്നുവെങ്കിൽ, വാളയാർ പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ദാരുണമായിട്ടുള്ള സംഭവം നടക്കില്ലായിരുന്നു. അത് തടയാൻ പറ്റുമായിരുന്നു. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയിട്ടുണ്ടായിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ,
കൊണ്ടോട്ടിയിലെ രാജേഷ് മാഞ്ചി, ബീഹാറുകാരനായിട്ടുള്ള രാജേഷ് മാഞ്ചി കൊല ചെയ്യപ്പെട്ടല്ലോ, ആൾക്കൂട്ട കൊലപാതകം നടന്നല്ലോ. 9 പ്രതികൾ ആരായിരുന്നു? അന്ന് കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു ചർച്ച നടന്നോ? അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം നോക്കിയോ? അന്ന് കേരളത്തിൽ ആ രാഷ്ട്രീയ പശ്ചാത്തലം നോക്കിയില്ല. അല്ല, അന്ന് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ വന്നുവല്ലോ. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ വന്നുവല്ലോ. അന്ന് രാജേഷ് മാഞ്ചിയോട് സംസാരിക്കാൻ, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്യസംസ്ഥാന തൊഴിലാളികളെ തന്നെ കൊണ്ടുവന്ന് അയാളോട് ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു അന്ന്, അല്ലേ? അതെല്ലാം വീഡിയോ ദൃശ്യങ്ങൾ വന്നതാണല്ലോ. അട്ടപ്പാടിയിൽ മധുവിൻ്റെ സംഭവം ഉണ്ടായി. അന്ന് രാഷ്ട്രീയ പശ്ചാത്തലം നോക്കിയില്ലല്ലോ. ഇന്ന് മാധ്യമങ്ങൾ ചെയ്തത്, കേസിനെ, ഒരു കൊലപാതകം നടന്നു എന്നറിയുന്നതിന് മുമ്പ് തന്നെ, പ്രതികളെ പിടിക്കുന്നതിന് മുമ്പ് തന്നെ പ്രതികളുടെ രാഷ്ട്രീയ പശ്ചാത്തലം പ്രൊജക്റ്റ് ചെയ്യാനാണ് ശ്രമിച്ചത്. ഞാൻ മാധ്യമങ്ങളോട് പറയുന്നത്, നിങ്ങൾ അത് ചെയ്യണം. ഇപ്പോഴും ഇന്ന് കസ്റ്റഡിയിലായ പോലീസിൻ്റെ പിടിയിലുള്ള 2 പ്രതികളുടെയും അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തെ സംബന്ധിച്ച് നിങ്ങൾ ന്യൂസ് പുറത്തുവിടണം. കാരണം കേരളം മുഴുവൻ അറിയട്ടെ, ലോകം മുഴുവൻ അറിയട്ടെ. ഇത് കേരളം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. അട്ടപ്പാടിയിലെ മധുവിന് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായ സമയത്ത് അന്ന് കൃത്യമായിട്ടുള്ള നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിച്ചുവെങ്കിൽ, കുറ്റവാളികൾക്ക് അർഹമായിട്ടുള്ള ശിക്ഷ വാങ്ങിക്കൊടുത്തുവെങ്കിൽ ഇത്തരം സംഭവം ആവർത്തിക്കില്ലായിരുന്നു. 2018 ഇന്ന് പ്രസ്താവനയായിട്ട് വന്ന MP രാജേഷ് അന്ന് MP അല്ലേ? അദ്ദേഹത്തിൻ്റെ ലോക്സഭാ മണ്ഡലത്തിലാണല്ലോ ഉൾപ്പെട്ടത് ഈ സംഭവം ഉണ്ടായത് 2018. അദ്ദേഹം എവിടെയായിരുന്നു? ഇന്ന് പ്രസ്താവനയുമായിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ പ്രസ്താവനയായിട്ട് വന്ന MP രാജേഷ് അന്ന് എവിടെയായിരുന്നു? അന്ന് CPMൻ്റെ പ്രവർത്തകരാണ്, മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരാണ്. ശ്രീ MP രാജേഷിന് അന്ന് വായ തുറക്കാൻ കഴിയില്ല. 21 അതേ ആളെ, കൊലപാതക കേസിലെ പ്രതിയെ അവിടെ ബ്രാഞ്ച് സെക്രട്ടറി ആക്കി. അത് വലിയ വിവാദമായ സമയത്താണ് ഷംസുദ്ദീനെ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്ത് മാറ്റിയത്. രാജേഷ് മാഞ്ചിയുടെ സംഭവം കൊണ്ടോട്ടിയിലുണ്ടായ സമയത്ത് MP രാജേഷ് അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തെ സംബന്ധിച്ച്, അവരുടെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് വന്നില്ല. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ വന്നില്ല. ബംഗ്ലാദേശിയാണെന്ന് ആരാണ് ചോദിച്ചതെന്നുള്ളത് പുറത്തു വരട്ടെ. ഞാൻ ഇപ്പോഴും പറയുന്നു, ബംഗ്ലാദേശിയാണോ ചോദിച്ചത്? അവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ്. കോൺഗ്രസിൻ്റെ മുൻ പഞ്ചായത്ത് മെമ്പർ ഇയാളെ അടിക്കാൻ ആളുകളോട് പറയുന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള വോയിസ് അതിലുണ്ട്, ആ വീഡിയോ ക്ലിപ്പുകളിലുണ്ട്. പോലീസിൻ്റെ കയ്യിലുണ്ടല്ലോ, വീഡിയോ ക്ലിപ്പുകൾ മുഴുവൻ പോലീസിൻ്റെ കയ്യിലുണ്ടല്ലോ. പോലീസ് പരിശോധിക്കട്ടെ കൃത്യമായിട്ട്. കേരളത്തിലെ പോലീസ്, വാളയാർ പോലീസ് ഇത് കൃത്യമായിട്ട് അന്വേഷിക്കട്ടെ. മധുവിനും അതുപോലെ തന്നെ രാജേഷ് മാഞ്ചിയുടെയൊക്കെ കേസിലുണ്ടായതുപോലെ ദുർബലമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി ഇവരെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. മധുവിൻ്റെ കേസിൽ എന്താ ഉണ്ടായത്? പ്രോസിക്യൂട്ടറെ കൊടുത്തോ? ഗവൺമെൻറ് പ്രോസിക്യൂട്ടറെ കൊടുത്തോ? മധുവിൻ്റെ കുടുംബം സ്പെഷ്യൽ പ്രോസിക്യൂട്ടറൊക്കെ ആയിട്ട് കയറി ഇറങ്ങി. കേസ് വാദിക്കുന്ന വക്കീലിന് മണ്ണാർക്കാട് കോടതിയിൽ ഒരു കസേരയും മേശയും പോലും കൊടുത്തില്ല. അന്ന് എവിടെ പോയി MP രാജേഷ് മന്ത്രിയായിരുന്നല്ലോ. അല്ല, ഒരു മിനിറ്റ്, മേശയും കസേരയും പോലും കൊടുത്തില്ല. ഇതിലെ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ശ്രമം നടക്കുന്ന സമയത്ത് അതിലിടപെടാൻ പോലീസ് തയ്യാറായില്ല. സാക്ഷികൾ വരേണ്ടത് അട്ടപ്പാടിയിൽ നിന്ന് മണ്ണാർക്കാടിലെ കോടതിയിലേക്ക് അവർ വരണമെങ്കിൽ അവർക്ക് ആയിരക്കണക്കിന് രൂപ ചെലവുണ്ട്. വളരെ പാവപ്പെട്ട ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ കേസിനായിട്ട് അട്ടപ്പാടിയിൽ നിന്നും മണ്ണാർക്കാട് വരെ വരാനുള്ള യാതൊരുവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് തലേദിവസം വന്ന് താമസിക്കണം. അങ്ങനെ ഇതിലെ പ്രതികളെ, സാക്ഷികളെ സ്വാധീനിക്കാനുള്ള എല്ലാ കാര്യവും മധു കേസിൽ സർക്കാരും CPMന്റെ നേതൃത്വം ചെയ്തിട്ടുണ്ട്. MP ആണ്. സുബൈർ വധക്കേസിൻ്റെ അവിടെ വിചാരണ നടക്കുന്ന സമയം കോടതിയിൽ പ്രതികൾ കോടതിയിലുണ്ടാവും. ഈ കേസിൽ ഉൾപ്പെട്ട ആളുകളെയും കോടതിയിൽ കൊണ്ടുവരുന്നു. അത് യാദൃശ്ചികമായിട്ടുണ്ടായതാണ്. നിങ്ങൾക്ക് പോലീസിനോട് അന്വേഷിക്കാം. സുബൈർ വധക്കേസിൽ ഇതിൻ്റെ വിചാരണ നടക്കുന്നുണ്ട്. അതിലെ പ്രതികളെ പോലീസ് എൻ്റെ അകമ്പടിയോടുകൂടി കൊണ്ടുവരാറുണ്ട്. ആ സമയത്താണ് ഇവരെയും റിമാൻഡ് പ്രതികളെയും പോലീസ് സ്റ്റേഷനിൽ ആ സമയത്തുള്ളത്. ഞാൻ ചോദിക്കുക, ഒരു ചാനല് ആ സുബൈർ കേസിലെ ഉൾപ്പെട്ട ആളുടെ
ഒരാൾ CPM കാരനും ബാക്കി 14 ആളും BJP RSS പ്രവർത്തകരാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട 2 ആളും കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ്. പോലീസിന് പിടിയിലുള്ള 2 ആൾ കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ്. DCC പ്രസിഡന്റിൻ്റെ മറുപടി എന്താണെന്ന് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾ ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നു, ഇതിൽ കോൺഗ്രസിൻ്റെ മുൻ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകളെ കൃത്യമായി അന്വേഷിച്ചാൽ അവരടക്കം പ്രതിയാവുള്ളൂ. അവരടക്കം ഇതിൽ പ്രതിയാക്കേണ്ടി വരും. പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കട്ടെ. ആ വോയിസ് ക്ലിപ്പുകൾ പരിശോധിക്കട്ടെ പോലീസ്. പോലീസ് അന്വേഷിക്കട്ടെ. കാരണം ഇതിലിപ്പോ പ്രതികളായിട്ട് വരുന്ന ആളുകൾ മുഴുവൻ RSS BJP-കാരല്ലല്ലോ, അനുഭാവികളല്ലല്ലോ. CPM-ന്റെ മുൻ കിഴക്കേ അട്ടക്കുളം ബ്രാഞ്ചിന്റെ ചുമതലയുള്ള ആള് CITUവിന്റെ പ്രവർത്തകനായിട്ടുള്ള ആനന്ദൻ വന്നു. ഇപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് 2 കോൺഗ്രസ്സുകാർ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ CPM-കാരനായിട്ടുള്ള ജഗദീഷ്. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആയി. കാലാകാലങ്ങളായിട്ട് ആ പ്രദേശത്ത് കോൺഗ്രസിന്റെ വർക്കിന് നേതൃത്വം നൽകുന്ന വിനോദ്. ഇനിയും വരട്ടെ, ലിസ്റ്റ് വരട്ടെ. ലിസ്റ്റ് വന്നിട്ട് ഞങ്ങൾ പറയാം. അപ്പൊ കോൺഗ്രസിന്റെയും CPM-ന്റെയും നേതൃത്വം ചെയ്യണം. MP രാജേഷും DCC പ്രസിഡന്റും പരസ്യമായിട്ട് കേരളത്തിലെ ജനതയോട് മാപ്പ് പറയാൻ തയ്യാറാണ്. തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ചതിന് മാപ്പ് പറയാനാണ് തയ്യാറാവുന്നത്. ഒരു ആൾക്കൂട്ട കൊലപാതകം RSS-ന്റെയും BJP-യുടെയും തലയിൽ കെട്ടിവെക്കാനാണ് അവർ ശ്രമിച്ചത്. അല്ല, താങ്കള് കോൺഗ്രസ്സുകാരാണ് പറയുന്നതെന്ന് പറഞ്ഞിരുന്നു, അങ്ങനെയല്ലേ? ഇപ്പൊ നേരത്തെ സംസാരിക്കുമ്പോ ഈ ബംഗ്ലാദേശിയാണോ എന്ന് ചോദിക്കുന്ന കോൺഗ്രസ്സുകാരോ അടക്കമുള്ള ആളുകളുണ്ടല്ലോ, പ്രതികൾ നിരവധി ഉണ്ടല്ലോ. കോൺഗ്രസിന്റെ മുൻ വാർഡ് മെമ്പറാണ് അങ്ങനെ ചോദിച്ചത്. കോൺഗ്രസിന്റെ വാർഡ് മെമ്പർ ഇയാളെ മർദ്ദിക്കാൻ പറയുന്നതിന്റെ വോയിസ് ഉണ്ട്. പോലീസിനോട് കൃത്യമായിട്ട് അന്വേഷിക്കാൻ. ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ചത് കോൺഗ്രസ്സുകാരൻ? അത് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് കോൺഗ്രസിന്റെ മുൻ മെമ്പർ ഇയാളെ മർദ്ദിക്കാൻ പറയുന്നത് കൃത്യമായിട്ട് ആ വീഡിയോ ക്ലിപ്പിലുണ്ട്, വോയിസ് ഉണ്ട്. ഉൾപ്പെടെ ഫേസ്ബുക്കിലെ സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെ അങ്ങനെ BJP അനുഭാവിയാണെന്ന് തെളിയിക്കുന്ന പോലീസിന് ഈ കേസിലെ ആദ്യത്തെ 1-ാം പ്രതിയായിട്ടുള്ള, അതേപോലെ തന്നെ ഇപ്പൊ പിടിയിലായിരിക്കുന്ന കസ്റ്റഡിയിലുള്ളവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഈ കോൺഗ്രസ് ബന്ധം തെളിയിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ കേരളത്തിലെ സ്പെഷ്യൽ ബ്രാഞ്ച് നേതൃത്വത്തിലുള്ള ആ പോലീസിലെ ഇന്റലിജൻസ് വിഭാഗം സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തത് 4 പേര് BJP അനുഭാവികളാണെന്ന്, BJP പ്രവർത്തകരാണെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്ത. ആനന്ദനെ സംബന്ധിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആനന്ദൻ കിഴക്കേ അട്ടക്കുളം ബ്രാഞ്ചിന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. കഴിഞ്ഞ 35-40 വർഷമായിട്ട് CITUവിന്റെ ഹെഡ് ലോഡ് വർക്കേഴ്സ് യൂണിയന്റെ മെമ്പർഷിപ്പ് ഉള്ള ആളാണ്. പാർട്ടിയുടെ ഇപ്പോഴും പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള ആളാണ് ആനന്ദൻ. അപ്പൊ ഇന്ന് പിടിയിലായ വിനോദിനെ സംബന്ധിച്ച് നിങ്ങൾ അവിടെ അന്വേഷിക്കും. വിനോദ് കിഴക്കേ അട്ടക്കുള്ള പ്രദേശത്ത് കാലാകാലങ്ങളായിട്ട് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനാണ്. ജഗദീഷ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരെ CPM-ഉം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തൊട്ട് കോൺഗ്രസുമായ ആളാണ്. ശ്രീ SK അനന്തകൃഷ്ണന് വേണ്ടിയിട്ട് വളരെ സജീവമായിട്ട് പ്രവർത്തിച്ച ആളാണ് ശ്രീ ജഗദീഷ്. നിങ്ങളത് രണ്ടാളുടെയും രാഷ്ട്രീയ പശ്ചാത്തലം പറയും. BJP-യുടെയും ഞങ്ങളുടെയൊക്കെ പറഞ്ഞ പോലെ അവരുടെയും കൂടി രാഷ്ട്രീയ, ഇത് കേവലം രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇതല്ല. കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്നുള്ള നിലപാടുള്ളവരാണ് ഞങ്ങൾ. ഇത് ആവർത്തിക്കരുത്. കാരണം ഇത്തരം സംഭവങ്ങൾ കേരളത്തിന് മുഴുവൻ, മലയാളികൾക്ക് മുഴുവൻ അപമാനകരമായിട്ടുള്ള കാര്യമാണെന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്. ഞങ്ങൾ ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങളിൽ ഉൾപ്പെട്ട ആളുകളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കില്ല. പക്ഷെ CPM സ്വീകരിച്ചത് മധുവിന്റെ കേസിൽ സ്വന്തം പാർട്ടി പ്രവർത്തകർ പ്രതിയായ സമയത്ത് അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് CPM സ്വീകരിച്ചത്. അല്ല, ബഹുമാനപ്പെട്ട പാലക്കാട് ബിഷപ്പിന്റെ പ്രസ്താവന വന്നിട്ടുണ്ട്. അത് ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ ചില ആളുകൾ ശ്രമിച്ചു. അത് പൊളിഞ്ഞു പോയല്ലോ. അപ്പോ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ എന്നുള്ള തന്നെ എന്നുള്ള ആ നിലപാട് പാലക്കാട്ടിലെ മാധ്യമ പ്രതിനിധികൾ ഒന്ന് വെടിയണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം വളരെ കൃത്യമായിട്ട് പാലക്കാട് ബിഷപ്പ് പറഞ്ഞല്ലോ, അവിടെ ബോധപൂർവം സംഘർഷം ഉണ്ടാക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ CPM-ന് 2 പഞ്ചായത്തുകളുടെ ഭരണം നഷ്ടപ്പെട്ടു. മരുതറോഡ് പഞ്ചായത്ത് നഷ്ടപ്പെട്ടു, അകത്തേത്തറ പഞ്ചായത്ത് നഷ്ടപ്പെട്ടു. നിരവധി പഞ്ചായത്തുകളിൽ ഞങ്ങൾ വലിയ മുന്നേറ്റം നടത്തി. അപ്പൊ മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ ഉണ്ടാക്കിയ മുന്നേറ്റം, ഞങ്ങൾ 45,000-ൽ കൂടുതൽ വോട്ടുകൾ അവിടെ നിലനിർത്തിയിട്ടുണ്ട്. മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ വളരെ ബോധപൂർവം ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയും അപകീർത്തിപ്പെടുത്താനുള്ള ഒരു ശ്രമം
ശ്രീ MP രാജേഷിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. സ്വന്തം പഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ള പരാജയം CPM കാലാകാലങ്ങളായിട്ട് ഭരിക്കുന്ന സ്വന്തം പഞ്ചായത്തിൽ 3 സീറ്റ് ഭാരതീയ ജനതാ പാർട്ടി നേടിയിരിക്കുക. 6 സീറ്റിൽ ഞങ്ങൾ 2ാം സ്ഥാനമാണ്. 6 വോട്ടിനും 8 വോട്ടിനും 12 വോട്ടിനൊക്കെയാണ് ഞങ്ങൾ പരാജയപ്പെടുത്തുന്നത്. ആ പരാജയം മറയ്ക്കാൻ, ഞങ്ങളെ അപകീർത്തിപ്പെടുത്താൻ, ഞങ്ങളെ ഇത്തരത്തിൽ പൊതുജനങ്ങളുടെ മുന്നിൽ, പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഞങ്ങളുടെ മോശം ഇമേജ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് MP രാജേഷിന്റെ ഭാഗത്ത്. മന്ത്രിയാണല്ലോ ആദ്യം പ്രസ്താവനയായിട്ട് വന്നു. ഒരു മന്ത്രി ചെയ്യേണ്ട കാര്യം ഒന്ന് വാളയാർ പോലീസ് അല്ല SP ഒന്ന് വിളിച്ചു ചോദിച്ചാൽ, സ്പെഷ്യൽ ബ്രാഞ്ചിൽ DVSP വിളിച്ചു ചോദിച്ചാൽ മന്ത്രിക്ക് ഇൻഫർമേഷൻ കിട്ടില്ലേ? ഞങ്ങള് ഒരു അധികാരമില്ലാത്ത ഞങ്ങള് കൃത്യമായിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നു. ഒരു മന്ത്രിസ്ഥാനത്ത് ഇരിക്കുന്ന ആൾക്ക് ഒരു ഫോൺ കോൾ കിട്ടുന്ന കാര്യമല്ലേ? ആ മന്ത്രിയാണ് ഇത്ര നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനയായിട്ട് വരേണ്ടത്. അവിടെ കരോൾ സംഘത്തെ ആക്രമിച്ച പിടിക്കപ്പെട്ട ഒരു അശ്വിൻ രാജ്, അത് നിങ്ങളുമായിട്ട് ബന്ധമില്ല എന്നാണോ? ഞങ്ങളുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധമില്ല. ഈ കരോൾ സംഘം, ഞാൻ ബിഷപ്പ് എന്താ പറഞ്ഞത്, കരോൾ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഭക്തിപൂർവം ആത്മീയ ഇതോടുകൂടിയിട്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. എനിക്ക് എന്റെ സാമാന്യ വിവരം വെച്ചിട്ട് കരോള് സംഘങ്ങൾ പോവുക, വീടുകളിൽ പോയി പ്രാർത്ഥന നടത്തും, കരോൾ ഗാനം പാടും, അവിടുന്ന് ചെറിയ സംഭാവനകൾ അവർ കൊടുക്കും, അത് വാങ്ങിയിട്ട് വരുന്ന ആളുകൾ. മദ്യപിച്ച് CPIM-ന്റെ ഏരിയ കമ്മിറ്റിയുടെ ബാൻഡ് സെറ്റുമായിട്ട് പോകുന്ന ആളുകളെ കരോൾ സംഘമായിട്ടാണോ പറയുന്നത്? അതില് ബിഷപ്പ് പറഞ്ഞല്ലോ, കൃത്യമായി പറഞ്ഞല്ലോ. നിങ്ങള് ഞാൻ പറയുന്ന ആ പോയ സംഘം മദ്യപിച്ചിട്ട് അവിടെ ഞങ്ങളുടെ രതീഷിനുള്ള പ്രവർത്തനം കൊല ചെയ്യപ്പെട്ട സ്ഥലമാണ് കാളാണ്ടിത്തറ. അവിടേക്ക് ബോധപൂർവം സംഘർഷം ഉണ്ടാക്കാനായിട്ട് CPM-ന്റെ ക്രിമിനൽ സംഘം പോയതാ. എവിടെയെങ്കിലും ബാൻഡ് ഇതില് CPIM-ന്റെ ബാൻഡ് ഉപയോഗിച്ചിട്ട് കരോള് നടത്തുന്നത്? 15 വയസ്സുള്ള കുട്ടികളെ കുറിച്ചാണ് പറയുന്നത്. അവിടെ നിങ്ങള് ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കണ്ട. ഈ കരോൾ സംഘത്തിൽ പോയ വ്യക്തികളും അതുപോലെ തന്നെ ഈ കേസിൽ പ്രതിയായിട്ടുള്ള ആളും തമ്മിൽ അവിടെ വ്യക്തിവൈരാഗ്യമുണ്ട്. അവര് തമ്മിൽ നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പേരിൽ ഉണ്ടായ പ്രശ്നമാണ്. അതിനെ RSS-ന്റെ ഞങ്ങൾക്ക് ഇതിന് ഉത്തരം പറയേണ്ട ആവശ്യമില്ല. ഈ 15 വയസ്സുള്ള കുട്ടികൾ മദ്യപിച്ചു, 15 വയസ്സും 10 വയസ്സുള്ള കുട്ടികൾ ഈ പോയ ആളുകളല്ല പറഞ്ഞു. മദ്യപിച്ച് കരോളിന്റെ പേരിൽ പോകുന്നത് മുഴുവൻ അംഗീകരിക്കാൻ കഴിയില്ല എന്നാ പറഞ്ഞത്. നിങ്ങള് വാക്കുകൾക്കിടയില് നിങ്ങളുടെ വാദങ്ങൾ പൊളിഞ്ഞു വീണു. നിങ്ങൾ ഈ സംഘം നിങ്ങൾ ഇന്നലെ ഞങ്ങൾക്ക് തലയിൽ വെച്ച് തരാൻ നോക്കിയ സാധനം ഇന്ന് രാവിലെ 9 മണിയോടെ നിങ്ങൾ പോയി കാത്തിരുന്നിട്ട് എടുത്ത ബൈറ്റ് എടുക്കാൻ വേണ്ടി പോയി കാത്തിരുന്ന കാര്യമൊക്കെ ഞങ്ങൾക്കറിയാം. അത് പൊളിഞ്ഞതിന്റെ വിഷമം ഇവിടെ തീർക്കണ്ട. പാലക്കാട് ജില്ലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചു. വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകൻ RSS-ന്റെയും BJP-യുടെയും തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചു. അത് പൊളിഞ്ഞുകൊടും. നിങ്ങൾ ഏതെങ്കിലും മാധ്യമം ഈ പിടിയിലായ ആളുകളുടെ രാഷ്ട്രീയ പശ്ചാത്തലം ഇതുവരെ പറഞ്ഞോ? ഞാൻ പല എല്ലാ ന്യൂസ് ചാനലുകളുണ്ട്. 2 ആൾ പിടിയിൽ നിന്ന് മാത്രം നിങ്ങൾ പറഞ്ഞു. കസ്റ്റഡിയിലാവുന്നതിന് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പിടിയിലായ ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ഇറക്കിയില്ലേ? 4 ആൾക്കൂട്ട കൊലപാതകം RSS-ന്റെയും BJP-യുടെയും നേതൃത്വത്തിൽ RSS പ്രവർത്തകരാണ് പിന്നിൽ നിന്നുള്ള വാർത്ത. വന്ന ശേഷം മാത്രമേ അത് കൊടുത്തിട്ടുള്ളൂ. RSS അനുഭാവികളെന്ന് അറസ്റ്റ് ചെയ്ത് 1 ദിവസത്തിന് ശേഷമാണ് ഈ രാഷ്ട്രീയ വാർത്ത കൊടുത്തത്. ഇപ്പോ ഞാൻ കണ്ട ചാനലിലൊക്കെ 2 പ്രതികൾ പിടിയിൽ എന്ന് പറഞ്ഞു വന്നിട്ടുണ്ടല്ലോ. ഞാൻ ചാനലുകളുടെ പേര് പറയുന്നില്ല. ഞാൻ ഇരുന്ന് ഈ പത്രസമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് ഇരുന്ന് കണ്ടതാണ്. 2 പ്രതികൾ പിടിയിലുന്നുണ്ട്. ആ 2 പ്രതികളുടെയും രാഷ്ട്രീയ പശ്ചാത്തലം കൂടി പറഞ്ഞൂടെ? പ്രതികൾ പിടിയിൽ പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രതികളെ ഇന്നലെ വൈകിട്ട് തൊട്ട് പോലീസ്, ഇന്നലെ ഞാൻ രാത്രി ചർച്ചയ്ക്ക് പോയ സമയത്ത് പറഞ്ഞാണ്, ഇന്നലെ തന്നെ 4 പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. പോലീസ് റിമാൻഡ് റിപ്പോർട്ട് എഴുതി ഇപ്പൊ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. അപ്പൊ അവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ട്. കാരണം ഇത്
പിടിയിലായത് ഞങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുള്ള ആളാണെങ്കിൽ നിങ്ങളിപ്പോ വണ്ടൊക്കെ അക്ഷരത്തിൽ കൊടുത്തില്ല, ഇപ്പൊ കൊടുക്കില്ല, നിങ്ങൾ കൊടുക്കില്ല. ഇപ്പോ കരോളിനെ സംബന്ധിച്ച് ബിഷപ്പ് നടത്തിയ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കൊടുത്തു? ഇപ്പോ അതില് വാർത്ത കണ്ടോണ്ടാണല്ലോ ബിഷപ്പ് എന്താണ് പറഞ്ഞത് നിങ്ങള് അല്ല, എനിക്ക് അല്ലാത്ത രീതിയിൽ കിട്ടിയോ? അല്ലാത്ത രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ വാളയാർ കേസിനെ സംബന്ധിച്ച് ഞങ്ങള് കൃത്യമായിട്ട് ഓരോ അതിൽ ഉൾപ്പെട്ട ആളുകളുടെ രാഷ്ട്രീയ പശ്ചാത്തലവും അതിൽ ആർക്കുണ്ടായിരുന്നു ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ്. ഞാൻ പറഞ്ഞു MP രാജേഷിനെ പോലൊരു മന്ത്രിക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് സംവിധാനമുണ്ട്, ഞങ്ങൾക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് സംവിധാനമില്ല. പ്രാദേശികമായിട്ട് അന്വേഷിച്ചാൽ കിട്ടുന്ന കാര്യമാണ്. ഇതേപോലെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള സോഴ്സുകൾ ഉണ്ടല്ലോ. അല്ല, ഒരു കാര്യം പ്രധാനമായിട്ട് ഞാൻ താങ്കൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറഞ്ഞാല് ഈ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇവരുടെ പേര് അതിന് മുമ്പ് കൊടുത്തു, BJP അനുഭാവികൾ എന്നൊക്കെ പേര് കൊടുത്തു. അത് കൊടുത്തത് ഏത് മാധ്യമമാണെന്ന് താങ്കൾ ഒന്ന് പറയാം. രണ്ടാമത് അല്ല, നിങ്ങള് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഈ ഇത് ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ച രണ്ട് രാഷ്ട്രീയ പാർട്ടികളും, കോൺഗ്രസും DCC പ്രസിഡന്റും അതുപോലെ തന്നെ മന്ത്രിയും പരസ്യമായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അത് ഇതിലേ ഒന്ന് തെറ്റിദ്ധാരണയാണ്. ഈ വ്യാഴാഴ്ച തന്നെ പറഞ്ഞ ആളുകൾ 5 പേരും പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് വരുന്നത് തിങ്കളാഴ്ചയാണ്. ഇവിടെ മാധ്യമങ്ങളിൽ വാർത്ത കൊടുക്കുന്നത് രാഷ്ട്രീയ പശ്ചാത്തല വാർത്തയാക്കുന്നത് ഇന്നലെയാണ്. അപ്പോൾ അത് പറഞ്ഞത് അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം നിലവിൽ 2 പേര് കസ്റ്റഡിയിലാണ്. 2 പേര് കസ്റ്റഡിയിലായതിനു ശേഷം ഇപ്പൊ നമുക്കെന്താണ് അവർ അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റു റിപ്പോർട്ട് വരുന്നവർക്കേ നമ്മളത് കൊടുക്കുന്നുള്ളൂ. അതിൽ രാഷ്ട്രീയ പശ്ചാത്തലം നോക്കിയത് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതില് അങ്ങനെ വേറൊരു മാധ്യമം ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിന് ഇതിൽ സംഘപരിവാർ ബന്ധം ആരോപിച്ചുകൊണ്ട് മാധ്യമങ്ങൾ കൊടുത്ത വാർത്തകളുടെ ലിങ്കിനായിട്ട് തരാം. അറസ്റ്റ് ചെയ്തതിനു ശേഷം അറസ്റ്റ് ചെയ്തതിനു ശേഷം പ്രതികൾ 4 ആള് ഇത് പറഞ്ഞു. അതിനു മുമ്പ് തന്നെ സംഘപരിവാർ ബന്ധം ആരോപിച്ചിട്ട വാർത്തകളെ സംബന്ധിച്ച് ഞാൻ ഇട്ട് തരാം. കസ്റ്റഡിയിലുള്ള സമയത്ത് ഇതിന്റെ പിന്നില് ഇതിന് ഉത്തരവാദി സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണെന്നുള്ള രീതിയിൽ മാധ്യമങ്ങൾ കൊടുത്ത വാർത്തയുടെ ലിങ്ക് ഞാൻ ഇട്ട് തരാം. പോരെ? ചേട്ടാ, നമ്മൾ ഇത് കഴിഞ്ഞാൽ ഇവിടെ കാണുമല്ലോ. ഞാൻ ഇട്ട് തരാം. നമ്മളിവിടെ നോക്കാനുള്ള അവസരം തരും. കരോളുമായി ബന്ധപ്പെട്ട കാര്യത്തില് ഇന്നലെ വാർത്ത നൽകിയപ്പോലും അത് ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണൽ സംഭവമായിട്ടല്ല വാർത്ത നൽകിയത്. അതിൽ കൃത്യമായ ടെസ്റ്റിന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട എന്താണ് കാരണമെന്ന് ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് വാർത്ത കൊടുത്തിട്ടുണ്ട്. അതും താങ്കൾ ഏകപക്ഷീയമായി തലക്ക് അടിച്ചേൽപ്പിച്ചു എന്ന് പറഞ്ഞത് ശരിയല്ല. അല്ല, കരോളിന്റെ കാര്യത്തിൽ ഇതേപോലെ ഞങ്ങളുടെ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പ്രവർത്തകനാണെന്നാണ് ഞങ്ങൾ ആരോടെങ്കിലും ചോദിക്കണ്ടേ? ഞങ്ങളുടെ പ്രവർത്തകനല്ല. അദ്ദേഹം കഞ്ചാവ് കാപ്പ കേസിലെ പ്രതിയാണ്, 2 കഞ്ചാവ് കേസിലെ പ്രതിയാണ്. ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ റോഡിൽ നടക്കുന്ന മുഴുവൻ RSS ആണ്, BJP ആണ് പറഞ്ഞാൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഞങ്ങളുടെ ഏതെങ്കിലും ചുമതല വഹിക്കുന്നുണ്ടോ? ശ്രീ ആനന്ദൻ CPM-ന്റെ ബ്രാഞ്ചിന്റെ ഉത്തരവാദിത്തമുള്ള ആളാണ്. CIT-യുടെ ഹെഡ് വർക്കറാണ്. കൃത്യമായിട്ടുള്ള തെളിവിന്റെയും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പൊ പിടിയിലായിട്ടുള്ള 2 ആളും കോൺഗ്രസിന്റെ വ്യക്തമായിട്ട് അതിന്റെ ഉത്തരവാദിത്വ ബോധത്തോടെയാണ് ഞാൻ പറയുന്നത്. 4 ആളും ഞങ്ങളുടെ ഒരു ചുമതല വഹിക്കുന്ന ആളുകളല്ല. ഞങ്ങൾക്ക് 10,000 അനുഭാവികൾ പാലക്കാട് ജില്ലയിലുണ്ട്. ഞങ്ങൾക്ക് 3.5 ലക്ഷം വോട്ടുള്ള ജില്ലയാണ്. അപ്പൊ ഈ അനുഭാവികൾ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ചെയ്യുന്നതിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്വം എടുക്കാൻ പറ്റും. ഞങ്ങളുടെ പാർട്ടിയുടെ ഉത്തരവാദിത്തമുള്ള ഏതെങ്കിലും പ്രവർത്തകൻ ഇത്തരത്തിലെ കാര്യങ്ങൾ ചെയ്താൽ ഞങ്ങൾ ശക്തമായിട്ട് നടപടി. ഇതേ ചോദ്യം നിങ്ങൾ CPM MP രാജേഷിനോട് ചോദിക്കുക. ഷംസുദ്ദീൻ മധു കൊലപാതക കേസിൽ പ്രതിയായ ശേഷമല്ലോ ഷംസുദ്ദീനെ ബ്രാഞ്ച് സെക്രട്ടറി ആക്കിയത്. വലിയ വാർത്തയും വിവാദമായപ്പോഴാണല്ലോ ഷംസുദ്ദീനെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് മാറ്റിയത്. അതൊന്നും നിങ്ങളുടെ വാർത്തയല്ല. അതൊക്കെ ചോദിക്കണേ MP രാജേഷിനോട് ചോദിക്കണം. ആൾക്കൂട്ട കൊലപാതകത്തെ സംബന്ധിച്ച് ചോദിക്കുന്ന രാജേഷ് പറയുന്ന സമയത്ത് രാജേഷിനോട് ചോദിക്കുന്നത്, രാജേഷ് MP ആയിരിക്കുമ്പോഴാണ് ഇത് നടക്കുന്നത്. രാജേഷ് MP ആയിരിക്കുന്നതാണ്. പിണറായി സർക്കാർ ഭരിക്കുന്ന സമയത്താണ് അയാൾക്ക് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അവരുടെ കുടുംബം ചോദിച്ചിട്ട് കൊടുക്കാതിരിക്കുന്നത്. വക്കീലിന് ഒരു മേശയും കസേരയും പോലും കോടതിയിൽ കൊടുക്കാതിരിക്കുന്നത്. കേസ് നടത്താൻ ഒരു ഓഫീസ് മുറി പോലും കൊടുക്കാതിരിക്കുന്നത്. അപ്പോ ഇരയോടൊപ്പം ഓടും വേട്ടക്കാരനോടൊപ്പം ഓടുന്ന സ്വഭാവമാണ് CPM-ന്റെ. ഇതിലാ പെട്ടുപോയി. കാരണം
രാജേഷ് ആരോ പറഞ്ഞു കൊടുത്ത വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് നേരെ വന്നു. പക്ഷെ ഇപ്പോ തിരിച്ചു ബൂമറാങ് പോലെ എല്ലാം കോൺഗ്രസിനും CPM-നും നേരെ തിരിച്ചു. മറ്റൊരു കാര്യം, ഇപ്പോ ഈ മൂത്താന്തറ വടക്കുംതറ തുടങ്ങിയ മേഖലകളിൽ വലിയ തോതിൽ SIR-ന്റെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ചില ഉദാഹരണങ്ങൾ നോക്കുകയാണെങ്കിൽ 63-ാം ബൂത്തിൽ 470 വോട്ടർമാരിൽ 350 ഈ അൺട്രേസബിൾ വോട്ടർമാരാണ്. അങ്ങനെ എല്ലാ ബൂത്തിലുണ്ട്. അതിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരാതിയൊന്നുമില്ലേ? അല്ല അല്ല അതില് SIR-ന്റെ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാതിരുന്നാൽ അൺട്രേസബിൾ ആവില്ല. ഞാൻ എൻ്റെ കുടുംബത്തില് എൻ്റെ വീട്ടിൽ തന്നെ 2 പേർക്ക് ഫോം ഫില്ല് ചെയ്തു. അവര് ഇവിടെ ഇല്ല, അവര് പോയി ഫില്ല് ചെയ്തു. അത് അൺട്രേസബിൾ ലിസ്റ്റിലാണ്. എൻ്റെ പരിസരത്തുള്ള എത്രയോ പേര് സ്ഥലത്തില്ലാത്തതുകൊണ്ട് അവർ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടില്ല. പ്രധാനപ്പെട്ട പ്രമുഖരായിട്ടുള്ള ആളുകൾ SIR ഫോം ഫില്ല് ചെയ്ത് കൊടുത്തില്ല. അവരത്ര ഗൗരവത്തിലെടുത്തില്ല. ഇന്നലെയൊക്കെ വിളിക്കുന്നുണ്ട്. അതൊക്കെ അൺട്രേസബിളാ വരിക. അപ്പോ അത് മുഴുവൻ നിങ്ങൾ മൂന്നാന്തറ വടക്കന്തറ മാത്രം കിട്ടണ്ട. 15,000 16,000 പേരുണ്ട്. ഞങ്ങൾക്ക് പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ എത്രയോ വോട്ട്? 40,000 ആണല്ലോ. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 37,000 വോട്ട് ഈ ജില്ലയിൽ മൊത്തം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പാലക്കാട് ജില്ലയിലും അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വോട്ടിൽ ലീഡ് ചെയ്യുന്ന സ്ഥലത്താണ് ഇത്തരം വോട്ടുകൾ ഇല്ലാതായിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ഒരു ആശങ്കയില്ല. അപ്പൊ കേരളത്തിൽ 25 ലക്ഷം പേര് ഇത്തരത്തിലുണ്ട്. BJP-ക്ക് 30 ലക്ഷം വോട്ടുകൾ. അപ്പൊ BJP-ക്ക് കേരളത്തിൽ 5 ലക്ഷം വോട്ടേ ഉള്ളൂ എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. അതല്ല, നിങ്ങൾക്ക് അല്ല ഈ ഇങ്ങനെയുള്ള SIR-ലെ അൺട്രേസബിൾ ആയി വന്നത് മുഴുവൻ RSS BJP ആണെങ്കിൽ ഞങ്ങളെ 30 ലക്ഷം കഴിഞ്ഞാൽ ബാക്കി 5 ലക്ഷം വോട്ട്. അല്ല, നിങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഇങ്ങനെ വോട്ട് വെട്ടിപ്പോകുന്നതിൽ നിങ്ങൾക്ക് പരാതിയില്ല. അല്ല, ഞങ്ങളത് 23-ാം തീയതി കരട് പ്രസിദ്ധീകരിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള അല്ല, കരടിൽ എന്തായാലും ആ വോട്ടർമാരുണ്ടാവില്ലല്ലോ, സ്വാഭാവികമായിട്ട് ആരും വെട്ടിപ്പോയല്ലോ. ഇത് കരടും 2 പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഈ ഇങ്ങനെ അൺട്രേസബിൾ ആയിട്ടുള്ള ലിസ്റ്റ് ഓൾറെഡി 18-ാം തീയതി പ്രസിദ്ധീകരിച്ചു. കരട് വോട്ടർ പട്ടിക ഇന്നും പ്രസിദ്ധീകരിക്കുന്നു. ഇത് രണ്ടും തമ്മിൽ ഞങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യും. ജെന്യൂൻ ആയിട്ടുള്ള വോട്ടർമാരെ ഇത്തരത്തിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ SIR ഫില്ല് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അവരെ വോട്ടർ പട്ടികയിൽ ആഡ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഫോം 6 ഫില്ലപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഈ 1 വർഷം മുൻപ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഈ അൺട്രേസബിളായ പലരും വോട്ട് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അല്ല, ഞാൻ തിരിച്ച് ഒരു ചോദ്യം ചോദിക്കാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാനാണ് ഇത് ആദ്യം കാണുന്നത്. 3,68,000 ഡബിൾ വോട്ട് ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഹൈക്കോടതിയിൽ പോയ ആളാണ്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ അതിൽ ഏറ്റവും കൂടുതൽ ഡബിൾ വോട്ടുള്ളത് പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ 52,000 വോട്ടർമാർ ഇത്തരത്തിലുണ്ട്. നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ ഞാൻ തരാം. BJP-ക്ക് പട്ടാമ്പിയിൽ BJP ജയിക്കുന്ന സ്ഥലമല്ലല്ലോ, BJP-യുടെ സ്വാധീന സ്ഥലമല്ലല്ലോ. ഷൊർണൂരും ഓരോ നിയോജക മണ്ഡലത്തിൽ ഇത്തരത്തിലുണ്ട്. ഞാൻ അന്ന് ജില്ലാ കലക്ടർക്ക് അതിന്റെ താങ്കൾ എന്റെ കൂടെ വരികയാണെങ്കിൽ എന്റെ വീട്ടിൽ ഇപ്പോഴും ബണ്ടിൽ കെട്ടിവെച്ചു പെൻഡ്രൈവിലുണ്ട്. ഞാൻ തരാൻ തയ്യാറാണ്. അന്ന് ജില്ലാ കലക്ടർ നടപടി എടുക്കാതെ ഹൈക്കോടതിയിൽ പോയതാണ്. ഞാൻ ഇപ്പൊ അയച്ചുതരാം, ഓർഡർ അയച്ചുതരാം. ഹൈക്കോടതിയിൽ ഞാൻ റിട്ട് ഫയൽ ചെയ്ത് ഹൈക്കോടതി അത് ഒരാഴ്ച സമയമുണ്ടായിരുന്നു. ഹൈക്കോടതി പറഞ്ഞു ഇപ്പൊ വോട്ടർ പട്ടിക ക്ലീനിങ് നടക്കില്ല, അതുകൊണ്ട് എല്ലാ ബൂത്തിലും CCTV ക്യാമറ വെക്കാൻ പറഞ്ഞു. 1200 ബൂത്തിലും CCTV ക്യാമറ അന്ന് വെച്ചതാണ്. അപ്പോ ഞങ്ങൾ ഇത് ആഗ്രഹിക്കുന്ന ആളുകളാണ്. SIR ഞങ്ങളാണല്ലോ നടപ്പാക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ SIR നടപ്പാക്കും. SIR-നെ എതിർത്ത ആരാ? കോൺഗ്രസ് CPM. SIR കൊണ്ടുവന്ന ആരാ? ശക്തമായിട്ട് വേണമെന്ന് പറയുന്ന ആരാ? അപ്പൊ ഞങ്ങള് ഈ SIR ഏറ്റവും കൂടുതൽ അനുകൂലിച്ച BJP-യുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് വെട്ടിപ്പോയത്. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കണു. ഇത്തരത്തിൽ വ്യാജമായിട്ട് വോട്ട് ചേർക്കുന്ന ആളുകളാണ് ഞങ്ങളെങ്കിൽ ഞങ്ങൾ SIR കേരളത്തിൽ നടപ്പാക്കും. ഒരു അക്കാഡമിക് പ്രശ്നം ചോദിക്കുകയല്ല. കള്ളത്തരം ചെയ്യുന്ന ആള് കള്ളൻ കക്കാൻ പോകുന്നവൻ പോലീസിനെ വിളിച്ചിട്ടാണോ കക്കാൻ പോവുക? അല്ല, അത് അക്കാദമിക്കലായിട്ട് തന്നെ മറുപടി പറയാണ്. രാജ്യത്ത് മൊത്തം നടപ്പാക്കുന്ന ഒരു സംവിധാനത്തെ കേരളത്തിലെ BJP-ക്ക് മാത്രം പറ്റില്ല എന്ന് പറയാൻ കഴിയില്ല, സ്വാഭാവികമാണ്. അല്ല, ഈ രാജ്യത്ത് മുഴുവൻ ഞങ്ങൾ കൊണ്ടുവരാൻ കാരണം എന്താ? രാജ്യത്തെ മുഴുവൻ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കണം എന്നാണ്. അതിൽ ഒരു സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ മാറ്റില്ല. കേരളത്തിൽ ഇപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞത് ആരാ? CPM-ഉം കോൺഗ്രസും അല്ലേ? ഞങ്ങൾ കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് നടപ്പാക്കാൻ ബലം പിടിക്കില്ലല്ലോ. ഇപ്പൊ തൃശ്ശൂരൊക്കെ സുരേഷ് ഗോപി ഒഴിച്ച് അദ്ദേഹത്തിന്റെ ഫാമിലി പൂർത്തിയാവട്ടെ. നമുക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരില്ല. വോട്ടർ പട്ടിക ശുദ്ധീകരണമൊക്കെ കഴിഞ്ഞ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് പിന്നെ ഇലക്ഷൻ റിസൾട്ട് കൂടി വരുമല്ലോ. അപ്പൊ ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ മൂത്താന്തരയിലൊക്കെ ഞങ്ങൾക്ക് കിട്ടിയ ഇതേ വോട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് മെയ് 31 ശേഷം നമുക്ക് ചർച്ച ചെയ്യാം. അത് ഞങ്ങളുടെ ഒരു സിസ്റ്റം ഉണ്ട്.
സംസ്ഥാന പ്രസിഡന്റ് നഗരസഭകളുടെ കാര്യത്തിൽ നഗരസഭാ ചെയർമാൻ ആരാണ്, വൈസ് ചെയർമാൻ ആരാണെന്നുള്ളത് പ്രഖ്യാപിക്കും. അത് തെരഞ്ഞെടുപ്പിന്റെ തലേന്നോ അല്ലെങ്കിൽ ആ ദിവസം രാവിലെയാണ് പ്രഖ്യാപിച്ചത്. ഞാൻ പുസ്തകമാണ് ഞങ്ങളുടെ ജില്ലയിൽ നിന്നുള്ള അഭിപ്രായം, മണ്ഡലത്തിൽ നിന്നുള്ള അഭിപ്രായം, ജില്ലയിൽ നിന്നുള്ള അഭിപ്രായം ഒക്കെ ശേഖരിക്കുന്നു. എന്നിട്ട് സംസ്ഥാന പ്രസിഡന്റാണ് അന്തിമ തീരുമാനമെടുക്കുക. ഞങ്ങളെ സംബന്ധിച്ചോളം വളരെ സ്മൂത്തായിട്ടുള്ള പ്രോസസ്സാണ്. ഞങ്ങൾക്ക് യാതൊരു ടെൻഷനില്ല. കൃത്യമായിട്ട് അനുയോജ്യനായിട്ടുള്ള ഒരാൾ, കഴിവുറ്റ ഒരാൾ പാലക്കാട് നഗരസഭയുടെ ചെയർമാനും വൈസ് ചെയർമാനായിട്ട് ഈ ബാക്കി ഇപ്പൊ ഒറ്റപ്പാലം, ഷൊർണൂർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ മത്സരിക്കും? എല്ലാവരും ഞങ്ങൾക്ക് മത്സരിക്കാൻ ഉള്ള അംഗങ്ങളുള്ള എല്ലാ പഞ്ചായത്തുകളും പ്രദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഞങ്ങൾ മത്സരിക്കും. രണ്ട് മുന്നണികളായിട്ട് ഒരു വിധത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റും ഇല്ല, ഒരു വിധത്തിൽ അവരെ സഹായിക്കില്ല.